പ്രാർത്ഥനാ കൺവെൻഷനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇടുക്കി രാജാക്കാട്ടെ 14-കാരന് ഇപ്പോൾ ഭയമാണ്. 6 മാസം മുൻപ് മാതാപിതാക്കൾക്കൊപ്പം പെന്തക്കോസ്ത് സഭയുടെ കൺവെൻഷന് പോയതാണവൻ. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്ത പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ പാസ്റ്റർ പ്രാർത്ഥിക്കാനായി ഒരു മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് പാസ്റ്റർ സെബാസ്റ്റ്യൻ ഉപദ്രവിച്ചെന്നാണ് പരാതി. കേസിൽ ദിണ്ടിഗൽ സ്വദേശി സെബാസ്റ്റ്യനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിലിൽ മൂന്നാറിൽ വെച്ച് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പ്രാർത്ഥനാ കൺവെൻഷൻ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനായോഗം നടത്തിയത്. വൈകുന്നേരം വരെ നീണ്ടുനിന്ന പ്രാർത്ഥനകളിൽ കുട്ടികളാണ് ഏറെയും പങ്കെടുത്തത്. ഇവിടെ വെച്ച് രാജാക്കാട് സ്വദേശിയായ 14-കാരനെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. ഇതോടെ ഭയന്നുപോയ കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കൗൺസിലിംഗിന് വിധേയമാക്കി. തുടർന്നാണ് സംഭവം പുറത്തായത്. 6 മാസക്കാലമായി എന്തിനേയും ഭയത്തോടെയാണ് കുട്ടി കണ്ടിരുന്നത്. അന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് 14-കാരൻ വിവരിച്ചു. പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പാസ്റ്റർ സെബാസ്റ്റ്യനെ തൂത്തുക്കുടിയിൽ നിന്നും പിടികൂടി. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ മറ്റു പരാതികളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കിടയിലെ വിവാദ നായകനാണ് എം രാധാകൃഷ്ണൻ. തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റായ ഇയാൾക്കെതിരെ പോലീസുകാരെ കയ്യേറ്റം ചെയ്തതു മുതൽ സഹപ്രവർത്തകരുടെ വീട്ടിൽ കയറി സദാചാര ഗുണ്ടായിസം കാണിച്ചതുവരെയും നിരവധി കേസുകൾ വന്നതാണ്. ഒടുവിൽ ഒരു പെൺകുട്ടിയാണ് ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയോട് അശ്ലീല ചുവയിൽ സംസാരിച്ചതിന് രാധാകൃഷ്ണനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മുൻ CPM പ്രവർത്തകനായ ഇയാളെ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്നും പിന്നീട് ശിശുക്ഷേമ സമിതിയിൽ നിന്നും പുറത്താക്കിയിട്ടും രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകർക്ക് തന്നെ നാണക്കേടായി വിലസുകയാണ്. ഈ മാസം 3-ന് രാത്രി 7:45 AKG സെന്ററിന് മുന്നിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവതിക്ക് നേരെ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും അധിക്ഷേപം നടത്തിയെന്നുമാണ് പരാതി. കന്റോൺമെന്റ് പോലീസിലാണ് പരാതി നൽകിയത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസാണ് പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. യുവതിയുമായി വാക്കേറ്റമുണ്ടായി എന്ന കാര്യം രാധാകൃഷ്ണൻ പോലീസിനോട് സമ്മതിച്ചു. എന്നാൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചിട്ടില്ലെന്നാണ് ഇയാളുടെ വാദം. 2019 ഡിസംബറിൽ സഹപ്രവർത്തകയായ മാധ്യമപ്രവർത്തകയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന കേസിലെ പ്രതിയാണ് രാധാകൃഷ്ണൻ. ഈ കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഇതിന്റെ വിചാരണ നടക്കുന്നതിനിടയിലാണ് മറ്റൊരു ലൈംഗിക അതിക്രമ കേസിലും രാധാകൃഷ്ണൻ പ്രതിയാവുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളിലെ വികൃതി പിള്ളേർക്കെതിരെ മിടുക്കന്മാരായ കുട്ടികൾ അധ്യാപകരോട് പരാതി പറയാറുണ്ട്. ഇടുക്കി മൂന്നാറിൽ സ്കൂൾ സമയത്ത് ശുചിമുറിയിൽ പുകവലിച്ച സഹപാഠികളെക്കുറിച്ച് അധ്യാപകനോട് പരാതിപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. തലയാർ സ്വദേശി തങ്കത്തിന്റെ മകൻ ശരവണൻ എന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. വലതു കൈയിലും കഴുത്തിലും മാന്തിപ്പറിക്കുകയും ഇടതുകൈക്ക് പൊട്ടലേൽപ്പിക്കുകയും ചെയ്തു. കുട്ടി മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിൽ പരാതി നൽകിയതായി മാതാപിതാക്കൾ പറഞ്ഞു. പഴയ മൂന്നാർ ഹൈസ്കൂളിൽ പഠിക്കുന്ന തലയാർ സ്വദേശി തങ്കത്തിന്റെ മകൻ ശരവണനാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. സ്കൂൾ സമയത്ത് ശുചിമുറിയിൽ പുകവലിച്ച സഹപാഠികളെക്കുറിച്ച് ശരവണൻ അധ്യാപകനോട് പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ വിരോധത്തിൽ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം ഒപ്പം പഠിക്കുന്ന 10ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. സ്കൂൾ സമയത്ത് ശുചിമുറിയിൽ പുക ഉയരുന്നത്
അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ശുചിമുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ശരവണനോട് അധ്യാപകൻ ചോദിച്ചു. ശരവണൻ പുകവലിച്ച സുഹൃത്തുക്കളെ കാണിച്ചു കൊടുത്തതാണ് പ്രകോപനത്തിന് കാരണം. സ്കൂൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയെ സഹപാഠികൾ മൂന്നാറിലെത്തി കൂട്ടം കൂടി മർദ്ദിക്കുകയായിരുന്നു. കൈക്കും കഴുത്തിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മൂന്നാർ പോലീസിലും സ്കൂൾ അധികൃതർക്കും പരാതി നൽകിയതായി മാതാപിതാക്കൾ പറഞ്ഞു. മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. സംഭവത്തിൽ മൂന്നാർ പോലീസും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മൂന്നാർ. സമൂഹത്തിന്റെ വലിയ കരുതലും പിന്തുണയും വേണ്ടവരാണ് സെറിബ്രൽ പാൾസി ബാധിച്ചവരും മറ്റു വൈകല്യങ്ങളുള്ള കുട്ടികളും. മനുഷ്യത്വമുള്ളവരാരും അവരെ ഉപദ്രവിക്കാൻ മുതിരാറില്ല. എന്നാൽ മലപ്പുറം കാവനൂരിൽ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയോട് അയൽവാസിയായ അച്ഛനും മകളും കാണിച്ച ക്രൂരതയെക്കുറിച്ച് അറിയണം. കാവനൂർ വട്ടപ്പറമ്പ് സ്വദേശി കൂന്തല ആബിദാണ് 13കാരനായ മകൻ ഫരീദിനെ അയൽവാസികൾ കയ്യേറ്റം ചെയ്തെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നാണ് അയൽവാസിയായ കണ്ണൻകുട്ടിയുടെ ആരോപണം. ഈ മാസം 12-നാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിലേക്കുള്ള വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ കാവന്നൂർ പിലാക്കണ്ടി കണ്ണൻകുട്ടിയും കുടുംബവുമായി ഫരീദിന്റെ പിതാവ് ആബിദും മറ്റ് സമീപവാസികളും മാസങ്ങളോളമായി തർക്കത്തിലാണ്. ഫരീദിന്റെ വീട്ടിലേക്ക് വാഹനമെത്തുന്ന തരത്തിൽ വഴി വീതി കൂട്ടണമെങ്കിൽ കണ്ണൻകുട്ടിയുടെ സ്ഥലത്തെ മതിലിന്റെ വീതി കുറയ്ക്കണം. എന്നാൽ ഈ ആവശ്യത്തോട് അവർ സഹകരിച്ചിരുന്നില്ല. ഇതേ ചൊല്ലി തർക്കവുമുണ്ടായിരുന്നു. മതിൽ പൊളിക്കുന്നതിനെതിരെ കണ്ണൻകുട്ടിയുടെ കുടുംബം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയിരുന്നു. തുടർന്ന് രാത്രി തന്നെ ഇവർ മതിൽ പൊളിച്ച് അതിന്റെ കുറ്റം ആബിദിനും മറ്റ് അയൽവാസികൾക്കും മേൽ ആരോപിക്കുകയായിരുന്നുവെന്നാണ് കണ്ണൻകുട്ടിക്ക് മേലെയുള്ള ആക്ഷേപം. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കണ്ണൻകുട്ടിയുടെ കുടുംബം ഫരീദിനെ കയ്യേറ്റം ചെയ്യുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. ഈ മതില് അവരുതല്ല, പൊളിക്കാൻ സമ്മതിക്കാത്ത ടീമിന്റെ അല്ല മതില്. നമ്മളിപ്പോഴുള്ള ഹിന്ദുസിന്റെ ആൾക്കാരിന്റെ മതില് ഓൾക്ക് പൊളിക്കാൻ സമ്മതമാണ്. അപ്പം അത് പൊളിക്കാൻ താലൂക്കാർ വന്നു. താലൂക്കാർ വന്നപ്പോൾ താലൂക്കാർ ഒരാട്ടി വിട്ട്. ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി വന്ന ദേഷ്യത്തിൽ കുട്ടീനെ ഉന്തിയതാണ്. അവിടെ കുട്ടി മറിഞ്ഞു വീണു. പിന്നെ വല്ല് പൊട്ടി, താടിയലിന് പൊട്ടുണ്ട്, പിന്നെ ചെവിയിൽ ചോര വന്നിരുന്നു. പിന്നെ ഡോക്ടർ 2-3 ഡോക്ടർമാരെ കാണിച്ചു. നമ്മൾ കള്ളം പറയില്ല, ഡോക്ടർമാരാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പോലീസിനെ വിളിച്ചതും ഡോക്ടറാണ്. ഡോക്ടറെ വിളിച്ച് പോലീസ് വന്നു, അത് കേസാക്കി. അരീക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഫരീദിന്റെ പല്ലുകൾക്ക് പരിക്കും താടിയിൽ ചതവും കണ്ടെത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ അരീക്കോട് പോലീസിന് പരാതി നൽകി. ഓൻ ഇവിടെ കളിച്ചുകൊണ്ട് ഇരിക്കേനെ, ഓനിങ്ങനെ ഇരുന്നും വാക്കർമൽ നടന്നു ഇങ്ങനെ പോണ ആളാണ്. അപ്പോൾ ഇരുന്ന് ഇരിക്കേനെ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവനും കൊണ്ടാണ് ഈ റോഡിനും വേണ്ടി പായണേ ഒക്കെ പറഞ്ഞാണ്ട് ഇവൻ്റെ ഇതിലാണ് നിങ്ങൾ ഈ റോഡിനും വേണ്ടി പായണത് പറഞ്ഞാണ്ട് ഇവൻ്റെ ഇതാണ് പറഞ്ഞാണ്ട് ഓനെ പൊക്കിയാണ്ടാണ് ഇട്ടപ്പം അങ്ങനെ ഇട്ടതിൽ പൊട്ടി, പല്ലൊക്കെ പൊട്ടിയതാണ്. എന്നാൽ ഈ ഉയർന്ന ആരോപണങ്ങൾ കണ്ണൻകുട്ടി നിഷേധിക്കുന്നു. ഫരീദിനെ ആക്രമിച്ചിട്ടില്ല എന്നും മതിൽ പൊളിച്ചത് പരാതിക്കാർ തന്നെയാണെന്നുമാണ് കണ്ണൻകുട്ടി പറയുന്നത്. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെയും വിചാരിക്കാനും മനസ്സുകൊണ്ടും ആ നിമിഷം വരെ ചിന്തിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തന്നെ മാനസികമായിട്ടൊരു കളർച്ചയിലപ്പം നിൽക്കുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെയും കരുതാത്തും ചെയ്യാത്തൊരു പ്രവൃത്തി പെട്ടെന്ന് കേൾക്കുമ്പോഴേ ആ കാര്യത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ പരിപാടി ചെയ്തിട്ടില്ല, അവർക്ക് പോയിട്ടില്ല, അവരെ വീട്ടിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് നിങ്ങളോട് ആ കാര്യത്തിനെ പറ്റി പറയാനുള്ളൂ. ഫരീദിന്റെ ഉമ്മ മുനീറയുടെ പരാതിയിൽ കണ്ണൻകുട്ടിക്കും കുടുംബത്തിനുമെതിരെ IPC 345, 321, 34 വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അരീക്കോട് പോലീസ് മറ്റു നടപടികൾ അന്വേഷണം നടത്തിയ ശേഷമേ കൈക്കൊള്ളാൻ കഴിയൂ എന്ന നിലപാടിലാണ്. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഭിന്നശേഷി കമ്മീഷണർക്കും ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഫരീദിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കഴിഞ്ഞ 4.5 വർഷമായി മകന്റെ മരണത്തിൽ നീതി തേടിയുള്ള നിയമ പോരാട്ടത്തിലാണ് എറണാകുളം വരാപ്പുഴ സ്വദേശി ജോസഫ്. നൈസിൽ എന്ന ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് പിതാവ് ജോസഫിന്റെ പരാതി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പക്ഷേ
ശരിയായ രീതിയിലല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നൈസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി രണ്ടാമതും തള്ളിയിരിക്കുന്നു. അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പിതാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് രണ്ടാമതും റിപ്പോർട്ട് തള്ളിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി ജോസഫ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നാണ് ജോസഫ് പറയുന്നത്. തന്റെ സംശയങ്ങൾ പലതവണ ഉന്നയിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണവും ഉണ്ടായിട്ടില്ലെന്നും കോടതിക്ക് ഇപ്പോഴത് ബോധ്യപ്പെട്ടതിനാലാണ് 2 വട്ടം റിപ്പോർട്ട് തള്ളിയതെന്നും ജോസഫ് കൂട്ടിച്ചേർക്കുന്നു. പറവൂർ മുനിസിപ്പൽ കോടതിയാണ് റിപ്പോർട്ട് തള്ളിയത്. ആദ്യത്തെ അന്വേഷണം നടത്തിയതും രണ്ടാമത് അന്വേഷിക്കുന്നതും വീണ്ടും കോടതി മൂന്നാമത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഒരേ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ 1-2 റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് സാധാരണ ഒരു മരണമാണെന്ന് പറഞ്ഞാണ് കൊടുത്തത്. മറ്റു വണ്ടികളൊന്നും ഇടിച്ചിട്ടില്ല. രണ്ടാമത് വേറൊരു ന്യായം കൂടി പറഞ്ഞ് കോടതിക്ക് കൊടുത്തു. അത് കോടതിക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് കോടതി തള്ളി. മൂന്നാമതും അന്വേഷിക്കുന്നത് അതേ കോടതി തന്നെയാണ്, അതേ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആശങ്കയുണ്ട്. കാരണം അത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം മാറ്റി എഴുതുമെന്ന് എനിക്കത് വിശ്വാസം പോരാ. 2019 ജൂൺ 6-നാണ് വരാപ്പുഴ പാലത്തിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ 25-കാരനായ നൈസിൽ ജോസഫ് മരിക്കുന്നത്. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് തല ശക്തിയായ റോഡിൽ ഇടിച്ചതുകൊണ്ടുണ്ടായ മർദ്ദം മൂലം വാരിയെല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചുവെന്നും ഇതാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ച നൈസിലിന്റെ കൂട്ടുകാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം, അപകട സമയത്ത് കടന്നുവന്ന ചുവന്ന കാർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിട്ടുകളഞ്ഞതായി ജോസഫ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ കലാലയങ്ങൾ വീണ്ടും കലാപ കലുഷിതമാവുകയാണ്. കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള കയ്യാങ്കളി വലിയ സംഘർഷത്തിൽ കലാശിച്ചു. തോരണങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് SFI, KSU, MSF പ്രവർത്തകർ തമ്മിലുള്ള കൂട്ടയടിക്ക് കാരണമായത്. ഒടുവിൽ പോലീസെത്തി ഇരുവിഭാഗങ്ങളെയും അടിച്ചോടിക്കുകയായിരുന്നു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSF യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ തോരണങ്ങൾ SFI പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ചാണ് സംഘർഷമുണ്ടായത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം നടന്നു. ഇതിനിടെ സംഭവം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച പെൺകുട്ടിക്ക് നേരെയും അക്രമമുണ്ടായി. ഇതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും കൂട്ടാടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. സംഭവത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് കോളേജിന് അവധിയും നൽകിയിരുന്നു. ഇന്ന്
ന്യൂസ് 18 കാസർഗോഡ്. ലഹരി മാഫിയയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം പെരുമാതുറയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ. പെരുമാതുറ പുതുക്കുറിച്ചിയിൽ കഞ്ചാവ് മാഫിയ വീടടിച്ചു തകർത്തു. കഴിഞ്ഞ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ പുതുക്കുറിച്ചി പുന്നമ്പൂട് വീട്ടിൽ നദീറയുടെ വീടിന്റെ ജനലും കസേരകളും മേൽക്കൂരിയും തകർന്നു. ആളില്ലാത്ത സമയത്ത് വീടിന്റെ മതിൽ ചാടിക്കിടന്ന് കെട്ടിയിട്ടിരുന്ന 2 നായ്ക്കളെ ക്രൂരമായി ആക്രമിച്ചതായും പരാതിയുണ്ട്. കഞ്ചാവു മാഫിയ അടിച്ചു തകർത്ത വീടാണിത്. വീടിന്റെ മുൻവശത്തെ ജനലുകളും കസേരകളും മേൽക്കൂരയും തകർത്ത അക്രമികൾ വീട്ടുകാരെ ഉപദ്രവിച്ചു. പുതുക്കുറിച്ചി സ്വദേശികളായ ഷിബിൻ, നെബിൻ, കൈഫ് എന്നിവർക്കെതിരെ കഠിനംകുളം പോലീസിൽ പരാതി നൽകി. കഞ്ചാവ് വലിക്കുന്നത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. ഇന്നലെ ഇവിടെ ആ പിള്ളേർ 2 പിള്ളേരും കൂടെ ഇതിനകത്ത് വന്ന് കയറി കഞ്ചാവ് അടിക്കുന്നതാണ് ജോലി. ആ പിള്ളേരൊക്കെ ജോലി. അവർ ഇതിനകത്ത് വരരുതെന്ന് പറഞ്ഞതിന് ഒരുപാട് വെള്ളമൊക്കെ പറഞ്ഞ് പിടിച്ച് തള്ളി. അത് മക്കൾ ചെറുക്കാൻ വന്നപ്പോൾ മൂത്ത മോനെ അടിച്ച് അവൻ പിന്നെ ആശുപത്രിയിൽ പോയി. എൻ്റെ ഉമ്മ അവിടെ ഓടി വന്ന് ഉമ്മയെ ഒരുപാട് ചീത്ത വിളിച്ചപ്പോൾ ഞാനും എൻ്റെ അനിയനും ഓടി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് മർദ്ദിച്ചു. അതിനുശേഷം എൻ്റെ അനിയനെ മർദ്ദിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവൻ പോയി അവൻ്റെ അനിയനെയും വിളിച്ചിട്ട് വന്ന് വീണ്ടും ഉമ്മയെ ഒരുപാട് ചീത്ത വിളിച്ചിട്ട് ഒരു മകനെന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നി, ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ. ആളില്ലാത്ത സമയത്ത് നദീറയുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് കെട്ടിയിട്ടിരുന്ന 2 പട്ടികളെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചു. പട്ടികളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നദീറയെ ഇവർ ചീത്ത വിളിച്ചു. ചോദ്യം ചെയ്ത നദീറയുടെ മകളെ ഇവർ ആക്രമിച്ചു. അക്രമത്തിന് ഇരയായവർ പുത്തൻതോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തുടർന്ന് വീട്ടുകാർ കഠിനംകുളം പോലീസിൽ പരാതി നൽകി. പരാതി കൊടുത്തതിൽ പ്രകോപിതരായ അക്രമി സംഘം രാത്രി വീണ്ടും എത്തി വീടിന്റെ ജനൽ ചില്ലുകളും കസേരകളും അടിച്ചു പൊട്ടിച്ചു. നാട്ടുകാർ ഓടിയെത്തിയതോടെ അക്രമികൾ രക്ഷപ്പെട്ടു. കഠിനംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണ് അക്രമികളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി മൂന്നാറിലും ഹൈറേഞ്ച് മേഖലയിലും പോയാൽ റോഡിൽ ജീപ്പ് ഡ്രൈവർമാരുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാം. യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലാണ് റോഡിലെ പരക്കം പാച്ചിൽ. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ സ്വദേശി SIK രാജയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും. അതിനിടെ ദേവികുളം താലൂക്കിലെ വിനോദസഞ്ചാര മേഖലകളിൽ അപകടകരമാം വിധം വാഹനമോടിച്ചതിന് 246 ജീപ്പുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. ഈ മാസം 6-ന് മാട്ടുപ്പെട്ടി ഭാഗത്ത് നിന്ന് മൂന്നാറിലേക്ക് വിദ്യാർത്ഥികളെയും കൊണ്ട് അപകടകരമായ രീതിയിൽ ജീപ്പിൽ സവാരി നടത്തുന്ന ദൃശ്യങ്ങളാണിത്. 4 കമാൻഡർ ജീപ്പുകളിലാണ് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ സവാരിക്ക് കൊണ്ടുപോയത്. ടൂറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വാഹനത്തിൽ പാട്ടും മേളവുമായി ആഘോഷിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ ഹരം പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിനോദസഞ്ചാരികൾ ഇതിന്റെ ദൃശ്യം പകർത്തി എൻഫോഴ്സ്മെന്റ് RTOയ്ക്കും ജില്ലാ പോലീസ് മേധാവിക്കും അയച്ചു നൽകി. തുടർന്നാണ് വാഹനം പിടികൂടിയത്. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവർ മൂന്നാർ പള്ളിവാസൽ സ്വദേശി SIK രാജയെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് പറഞ്ഞു. അതിനിടെ ദേവികുളം താലൂക്കിലെ വിനോദസഞ്ചാര മേഖലകളിൽ അപകടകരമാം വിധം ജീപ്പ് സഫാരി നടത്തിയതിന് 246 വാഹനങ്ങൾക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. ഇവരിൽ നിന്ന് 4.5 ലക്ഷം രൂപ പിഴയും ഈടാക്കി. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ അപകടകരമാം വിധം ജീപ്പ് സഫാരി നടത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ സഫാരി പരിശോധനയിലാണ് നടപടി. മറയൂരിലെ മുരുകൻമല, കാന്തല്ലൂരിലെ ഭ്രമരം പോയിന്റ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ മഫ്തിയിലാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ വാഹനത്തിൽ ടാക്സി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ മഞ്ഞ നിറത്തിൽ എഴുതി ചേർത്ത് ചേർത്തലയിൽ നിന്നും വിദേശികളായ വിനോദസഞ്ചാരികളെ കയറ്റി വന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു.
ന്യൂസ് 18 മൂന്നാർ. കേരളത്തിൽ നടത്തിയ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം നടന്നിട്ട് 5 ആണ്ട് പൂർത്തിയാവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയുമാണ് അന്വേഷിച്ചത്. 1 വർഷത്തിലധികമായി എറണാകുളം CBI കോടതിയിൽ വിചാരണ നടക്കുന്നുണ്ട്. വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി വിധി വരാനുള്ള കാത്തിരിപ്പാണ്. കാസർഗോഡ് പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 5 വർഷം തികയുന്നു. 2019 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്നത്. തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയുമാണ് കേസ് അന്വേഷിച്ചത്. 1 വർഷത്തിലധികമായി എറണാകുളം CBI കോടതിയിൽ വിചാരണ നടക്കുകയാണ്. 327 സാക്ഷികളിൽ 150 പേരെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു. CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 24 പേരാണ് പ്രതികൾ. ഇതിൽ 14 പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ 11 പേർ വിയൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ CBI ചേർത്ത 10 പേരിൽ 5 പേർ കാക്കനാട് ജയിലിലുമാണുള്ളത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 6-ാം പ്രതി ശ്രീരാഗ്, 10-ാം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് 1 ദിവസം പരോൾ ലഭിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സ്മൃതി ജ്യോതി പ്രയാണത്തോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. കല്യോട്ടെ സ്മൃതി കുടീരത്തിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 പെരിയ. മലപ്പുറം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ മോഷ്ടാക്കളും പിടിച്ചുപറി സംഘങ്ങളും വ്യാപകമാകുന്നുവെന്ന പരാതി. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസ് സേവനം കുറ്റിപ്പുറം ടൗണിൽ ഇല്ലെന്നും ആക്ഷേപമുണ്ട്. ഈ കവർച്ചാ സംഘങ്ങൾക്കും പിടിച്ചുപറി മാഫിയയ്ക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറ്റിപ്പുറം ടൗണിൽ വ്യാപകമായാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പോക്കറ്റടിക്കാരും പിടിച്ചുപറിക്കാരും തുടങ്ങി നിരവധി സംഘങ്ങളാണ് റെയിൽവേ പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡിലും മറ്റും തമ്പടിച്ചിരിക്കുന്നത്. ഇതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ജാഗ്രതയോടുകൂടിയാണ് കുറ്റിപ്പുറത്തെത്തുന്നത്. ജാഗ്രതയ്ക്കപ്പുറം യാതൊരു സുരക്ഷിതത്വവും നാട്ടുകാർക്കില്ല. പോലീസിന്റെ സേവനം ടൗണിലില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പോക്കറ്റടിക്കാരും കള്ളന്മാരും എല്ലാ പിടിച്ചുപറിക്കാരും രാത്രി മുമ്പൊന്നും പോലീസുകാർ ഇവിടെ പുറത്തിറങ്ങിയിട്ട് കടത്തിണ്ണയിലൊന്നും ഒരാളും കെടുത്തിയിരുന്നില്ല. അതൊക്കെ പോലീസുകാർ അത്ര ഇടപെട്ടിട്ട് മാറ്റിയിരുന്നു. ഇപ്പോൾ പോലീസിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിശയപ്പെടുകയാണ്. ഒരു കാലത്തുണ്ടായിരുന്നു പോലീസൊക്കെ നല്ല പോലീസുകാർ. പക്ഷേ ഇപ്പോൾ ഈ കടത്തിണ്ണയിലടക്കം ആൾക്കാർ കിടക്കുന്ന അടക്കം അവർക്കൊന്നും മാറ്റാൻ വയ്യ. പിന്നെ ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ മറ്റേ ഇതാണ് പോക്കറ്റടിക്കാർ അവ മറ്റേ പിടിച്ചെടുക്കുക. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കടക്കാരൊക്കെ ഞങ്ങളോട് കംപ്ലയിൻറ്റ് പറയും. ഞങ്ങൾ ടീം കുറ്റിപ്പുറം ഇതിനൊക്കെ ഒരു പരിഹാര നിവാരണത്തിനായിട്ട് ഞങ്ങളവിടെ ഒരു ഒത്തുചേരൽ നടത്തി. നാട്ടുകാർ ഈ കംപ്ലയിൻ്റൊക്കെ ഞങ്ങൾക്ക് തന്നു. പക്ഷേ SHOനെ വിളിച്ചു. SHO അന്ന് ലീവായിരിക്കും, ആളെ വിടാമെന്ന് പറയുന്നു. വിട്ടില്ല. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയില്ല. കുറ്റിപ്പുറത്ത് ലഹരി സംഘങ്ങളും വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും അവിടെയും പോലീസ് സേവനമില്ലാതെ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പഞ്ചായത്തിൽ ടോയ്ലറ്റ് ഉണ്ട്, അതിന് ഫുള്ള് കച്ചറ ടീം. ഇതൊരു പോക്കറ്റ് അടിക്കുക, കളവ്, ഇതന്നെ വലിയ പരിപാടി. ഇവിടെ കുറ്റിപ്പുറം സ്റ്റേഷനിൽ പോലീസുകാരുണ്ടായിട്ട് അറിയില്ല. ആരെങ്കിലും വെള്ളം അടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുക, കൊണ്ടുപോവുക, അവരെ ചാർജ്, അവരെ ഫൈൻ എഴുതുക, ഇതന്നെ വലിയ പരിപാടി. ഇവിടെ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടി കുറ്റിപ്പുറം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പല തമ്മാടത്തും നടക്കുന്നുണ്ട്. ഓലൊന്നും ഒന്നുകിലാണ് പോകും. മറ്റുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. ഇവിടെ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ഇവിടെ കുറ്റിപ്പുറത്തേറി. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ടൗണിൽ കൃത്യമായ പോലീസ് സംവിധാനം വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാവുകയാണ്. തിരൂർ. എറണാകുളം മൂവാറ്റുപുഴയിൽ പട്ടാപ്പകൽ സ്വകാര്യ ബാങ്ക് മാനേജരെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവം ഒരു കവർച്ചാ നാടകമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30-ഓടെ മൂവാറ്റുപുഴ
തൃക്കാ ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന രാഹുലിനെ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു വന്ന രണ്ടുപേർ ആക്രമിച്ച് 26 ലക്ഷം രൂപയുടെ സ്വർണം കവർച്ച നടത്തിയെന്നായിരുന്നു പരാതി. സ്ഥലത്തെ CCTV പരിശോധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് സംഭവം പരാതിക്കാരൻ സൃഷ്ടിച്ചെടുത്ത കഥയാണെന്ന് തെളിഞ്ഞത്. കടബാധ്യത മൂലം രാഹുൽ സ്വർണമെടുത്ത് മറിച്ച ശേഷം പോലീസിൽ മുളകുപൊടി കഥ അവതരിപ്പിക്കുകയായിരുന്നു. ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പോയതാ. അപ്പൊ നമ്മള് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അവിടുന്ന് ക്യാഷ് ആയിട്ട് പോന്നതാ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാഫ് എൻ്റെ ഹസ്ബൻഡ് ശബരിയിലേക്ക് പോകാൻ കുറച്ച് കോയിൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതെടുക്കാനായിട്ട് ഞാൻ ആ വഴി പോയതാണ്. അതാണ് അവിടെ വെച്ച് വണ്ടി പോയവര് കുറച്ച് പോകുന്നിട്ട് തിരിച്ചു വന്ന് മുളകൊടി എറിഞ്ഞത്. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഹെൽമെറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മുളക് വാരി ഇട്ടു. ഞാൻ അവിടെ തട്ടി വീഴ്ത്തേനും എൻ്റെ പുറകിൽ നിന്ന് ബാഗ് പിടിച്ച് വലിച്ച്. സ്വകാര്യ ബാങ്കിലെ മാനേജറായ രാഹുൽ സ്വർണം നഷ്ടമായതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മൂവാറ്റുപുഴ തൃക്കാ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് തന്നെ ആക്രമിച്ച് കണ്ണിൽ മുളകുപൊടി വിതറി 26 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. മറ്റൊരു ബാങ്കിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സ്വർണവുമായി ബാങ്കിലേക്ക് പോകുന്ന വഴി ആക്രമണമുണ്ടായെന്നാണ് രാഹുൽ പറഞ്ഞത്. CI TC മുരുകന്റെ നേതൃത്വത്തിൽ പോലീസ് ഉടനെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നിരവധി CCTV പരിശോധിക്കുകയും സംഭവ സമയത്ത് പരിസരത്തുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ശാസ്ത്രീയ പരിശോധനകളും നടത്തി. തുടർന്നാണ് മുളകുപൊടി എറിഞ്ഞ സംഭവം പരാതിക്കാരൻ സൃഷ്ടിച്ചെടുത്ത കഥയാണെന്ന് തെളിഞ്ഞത്. കടബാധ്യത മൂലം രാഹുൽ സ്വർണമെടുത്ത് മറിച്ച ശേഷം പോലീസിൽ മുളകുപൊടി കഥ അവതരിപ്പിക്കുകയായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അടുത്തിടയിൽ ഒരു ഓഡിറ്റ് നടത്തിയുണ്ടായി. ഓഡിറ്റ് നടത്തിയപ്പം ഒരു 530ഓളം ഗ്രാമിൻ്റെ ഗോൾഡ് കുറവുണ്ടായിരുന്നു. അപ്പം അത് ഇന്നലെ ഉച്ചയോടുകൂടി ക്ലിയർ ചെയ്യണമെന്ന് മാനേജ്മെൻറ്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് ക്രൈം ചെയ്തതായിട്ടൊന്നും ഇല്ല. അതിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം രാഹുൽ കുറ്റം സമ്മതിച്ചു. നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം സംഭവസ്ഥലത്തിന് സമീപത്തു നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെയും കബളിപ്പിച്ച രാഹുലിനെതിരെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി കേസെടുക്കുമെന്ന് DYSP അറിയിച്ചു. ന്യൂസ് 18 മൂവാറ്റുപുഴ. നൊന്ത് പ്രസവിച്ച സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ ഒരമ്മയ്ക്ക് തോന്നുമോ? എന്നാൽ കാമുകനൊപ്പം പോകാൻ 3ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെ വഴിയിലിറക്കി വിട്ട ഒരമ്മയുണ്ട് തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ. അമ്മ എന്ന വിശേഷണത്തിന് പോലും അവർക്ക് അർഹതയില്ല. വിളപ്പിൽശാല സ്വദേശിനി ശ്രീജ എന്ന യുവതിയാണ് സുഹൃത്ത് വിഷ്ണുവിനൊപ്പം നാടുവിട്ടത്. കന്യാകുമാരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്താണ് രണ്ടുപേരെയും പിടികൂടിയത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന യുവതികൾ സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ചൊന്ന് ഓർക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.